ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ ഇന്ന് 37ാമത്തെ ദിവസമാണ് 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ. അപ്പോൾ നോക്കാം നമുക്ക് ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ. ബയോളജിയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. രോഗം ബാധിക്കപ്പെട്ട ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് രോഗം പരത്തുന്ന രോഗവാഹകരായ ചെറുജീവികളാണ് വെക്ടറുകൾ. രോഗം ബാധിക്കുന്ന ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് രോഗം പരത്തുന്ന രോഗവാഹകരായ ചെറുജീവികളാണ് വെക്ടറുകൾ. ഭൂരിഭാഗം വെക്ടറുകളും ഉൾക്കൊള്ളുന്ന ഫൈലം ആന്ത്രോപോഡയാണ്. രോഗവാഹകരായ ചില വെക്ടറുകൾ കൊതുക്, ഈച്ച, മണലീച്ച, എലിച്ചെള്ള്, ടിക്കുകൾ, ചിക്കർ, മെറ്റ്സ്. കൊതുക്, ഈച്ച, മണലീച്ച, എലിച്ചെള്ള്, ടിക്കുകൾ, ചിക്കർ, മെയ്റ്റ്സ് എക്സെട്ര. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത്. മന്താണ്. മന്ത് പരത്തുന്ന കൊതുക് ക്യൂലെക്സ് പെൺകൊതുകാണ്. മന്ത് രോഗത്തിൻ്റെ മറ്റൊരു നാമം എലിഫന്റിയാസിസ്. മന്ത് രോഗത്തിൻ്റെ മറ്റൊരു നാമമാണ് എലിഫന്റിയാസിസ്. മന്തിന് കാരണമായ വിര ഫെയിലേറിയൻ വിര. മന്ത് ബാധിക്കുന്ന ലിംഫ് വാഹികളെയാണ്. ദേശീയ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1955. ദേശീയ മന്ത്രോഗ ദിനം നവംബർ 11. മന്ത്രോഗ നിവാരണത്തിനായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഡൈ ഈഥൈൽ കാർബമസൈൻ സിട്രേറ്റ്, ആൽബൻഡസോൾ അടങ്ങിയ ഐവർമെട്രിൻ. MDA പ്രോഗ്രാം ആൽബൻഡസോളുമായി സംയോജിപ്പിച്ച് ഡൈ ഈഥൈൽ കാർബാമസിൻ ഉപയോഗിച്ച് മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വഴി ഇന്ത്യയിൽ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നു. മലേറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൂഷിതമായ വായു എന്നാണ് മലേറിയ എന്ന വാക്കിൻ്റെ അർത്ഥം. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയം. മലമ്പനി രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം പ്രോട്ടോസോവയാണ്. മലമ്പനിക്ക് കാരണമായ വിവിധ പ്ലാസ്മോഡിയങ്ങളാണ് പ്ലാസ്മോഡിയം വൈവാക്സും, പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധാഘട്ടം സ്പോറോസോയിറ്റാണ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധാഘട്ടം. മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലസ് പെൺകൊതുകുകൾ. മലമ്പനിയുടെ അപരനാമങ്ങൾ ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം, ഏറ്റവും മാരകമായ മലമ്പനി ഫാൽസിപാരം മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അവസ്ഥ കാണപ്പെടുന്ന മലമ്പനിയാണ് മലമ്പനി. രക്തകോശങ്ങൾ നശിച്ച് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നതിനാൽ മൂത്രം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. ലോക മലമ്പനി ദിനം ഏപ്രിൽ 25. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. മലമ്പനിക്ക് നൽകുന്ന ഔഷധം ക്യുനൈൻ. മലേറിയ രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത് അൽഫോൺസ് ലവറേനാണ്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. അനോഫിലസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചത് സർ റൊണാൾഡ് റോസാണ്. അനോഫിലസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നത് എന്ന് ആദ്യം കണ്ടുപിടിച്ചത്. മലമ്പനിയുടെ രോഗാണുവായ പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടെത്തിയത് റൊണാൾഡ് റോസാണ്. മലമ്പനി രോഗാണുവായ പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടെത്തിയത് റൊണാൾഡ് റോസാണ്. 1902 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. കറണ്ട് ഫാക്റ്റ്: 2022 ജനുവരിയിൽ മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ മലേറിയ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആലുവ. ലോകത്തിലെ ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിനാണ് RTS മോസ്ക്യൂറിക്സ്. മലേറിയ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാരകവും മരണകാരിയായ പകർച്ചവ്യാധി കാലാ അസറാണ്. മലേറിയ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മാരകവും മരണകാരിയുമായ പകർച്ചവ്യാധിയാണ് കാലാ അസർ. കരിമ്പനി ബാധിക്കുന്ന പ്രധാന
ആന്തരിക അവയവങ്ങൾ പ്ലീഹ, മജ്ജ, അസ്ഥികൾ മുതലായവ. കരിമ്പനി ബാധിക്കുന്ന പ്രധാന ആന്തരിക അവയവങ്ങൾ പ്ലീഹ, മജ്ജ, അസ്ഥികൾ മുതലായവ. കരിമ്പനി രോഗം പിടിപെട്ടാൽ രക്തത്തിലെ ശ്വേത അരുണ രക്താണുക്കൾ നശിക്കുന്നു. മലമ്പനി രോഗം പിടിപെട്ടാൽ രക്തത്തിലെ ശോഥ അരുണ രക്താണുക്കൾ നശിക്കുന്നു. കരിമ്പനി അറിയപ്പെടുന്ന മറ്റു പേരുകൾ ബ്ലാക്ക് ഫീവർ, കാല അസർ, ഡണ്ടം ഫീവർ, ബ്ലാക്ക് സിക്നസ്. ബ്ലാക്ക് ഫീവർ, കാല അസർ, ഡണ്ടം ഫീവർ, ബ്ലാക്ക് സിക്നസ്. ജപ്പാനീസ് എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ജപ്പാനീസ് എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. തലച്ചോറും സുഷുമ്നാ നാഡിയും ഉൾപ്പെടുന്ന കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ബാധിക്കുന്ന വൈറൽ അണുബാധ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന വൈറസ് ഫ്ലാവി വൈറസ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന വൈറസ് ഫ്ലാവി വൈറസ്. ചിക്കുൻഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക. ചിക്കുൻഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക. ചിക്കുൻഗുനിയ പരത്തുന്ന കൊതുകുകൾ ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽബോപിക്കറ്റ്സ്. ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽബോപിക്കറ്റ്സ് ആണ് ചിക്കുൻഗുനിയ പരത്തുന്ന കൊതുകുകൾ. ചിക്കുൻഗുനിയ പരത്തുന്ന രോഗാണു ഗ്രൂപ്പ് എ ആൽഫ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസ് ആണ്. ചിക്കുൻഗുനിയ ലക്ഷണങ്ങൾ നീർക്കെട്ടോട് കൂടിയ കടുത്ത സന്ധിവേദന, കടുത്ത നടുവേദന, ചുവന്നു കലങ്ങിയ കണ്ണുകൾ. ചിക്കുൻഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 3 to 7 ദിവസമാണ്. ചിക്കുൻഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 3 to 7 ദിവസം. രോഗം ബാധിച്ച കൊതുകുകളുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പനി. രോഗം ബാധിച്ച പെൺകൊതുകുകളുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പനി. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകുകൾ ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് കൊതുകുകളാണ് മഞ്ഞപ്പനി പരത്തുന്ന കൊതുകുകൾ. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഫ്ലാവി വൈറസ് ആണ്, ഒരിനം ആർബോ വൈറസ്. ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽബോപിക്കറ്റ്സ്. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ് ഫ്ലാവി വൈറസ്. നിപ്പ വൈറസ്. നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം മലേഷ്യ, സിംഗപ്പൂർ. 1999. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത് സംസ്ഥാനം കേരളം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിലെ നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2018 മെയ് 19. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2018 മെയ് 19. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട്. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട്. നിപ്പ വൈറസ് പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന വാക്സിനുകൾ റിബാവിറിൻ, ക്ലോറോക്വിനുമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നഴ്സാണ് ലിനി പുതുശ്ശേരി. ലിനി പുതുശ്ശേരിയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നഴ്സ്. നിപ്പ വൈറസ് ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനിടയിൽ വൈറസ് ബാധയേറ്റ് മരണപ്പെട്ടതിനുള്ള ആദരസൂചകമായി നിപ്പ വൈറസ് ബാധ കണ്ടെത്താനുള്ള ബഹുമാനാർത്ഥം കേരള സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ഡോക്ടറാണ് ഡോക്ടർ അനൂപ് കുമാർ. നിപ്പയ്ക്ക് സമാനമായ വവ്വാലുകൾ പരത്തുന്ന മറ്റൊരു വൈറസാണ് ഹെൻഡ്ര വൈറസ്. ഹെൻഡ്ര വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഓസ്ട്രേലിയ. 1994. കടുത്ത സന്ധിവേദനയും പേശീവേദനയും അനുഭവപ്പെടുന്നതിന് ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേര് ബ്രേക്ക് ബോൺ ഫീവർ. ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത തലവേദന, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം, കണ്ണ് ചലിപ്പിക്കുമ്പോൾ വേദന, ശരീരത്തിലുണ്ടാകുന്ന ചുവന്ന തിണർപ്പുകൾ, മയക്കം, രക്തസ്രാവം. കടുത്ത തലവേദന, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം, കണ്ണ് ചലിപ്പിക്കുമ്പോൾ വേദന, ശരീരത്തിലുണ്ടാകുന്ന ചുവന്ന തിണർപ്പുകൾ, മയക്കം, രക്തസ്രാവം. ഡെങ്കിപ്പനി രോഗനിർണയ ടെസ്റ്റ് ടൂർണിക്കറ്റ് ടെസ്റ്റാണ്. കുരങ്ങുകളിൽ കണ്ടുവരുന്ന സിക്ക വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് കൊതുകുകളിലൂടെയാണ് കുരങ്ങുകളിൽ കണ്ടുവരുന്ന സിക്ക വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്.
മനുഷ്യജീവിതത്തിലെ ബാഹ്യപരാധം പേനാണ്. ടൈഫസ് രോഗം പരത്തുന്നത് പേനാണ്. സിക്ക വൈറസ്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം സിക്കയാണ്. സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകുകൾ. ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട നഗരം അഹമ്മദാബാദ്, ഗുജറാത്ത്. രണ്ടാമത്തെ സംസ്ഥാനം തമിഴ്നാട്. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഗില്ലൻ ബാരെ. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം പാറശാല, തിരുവനന്തപുരം. ഓറിയന്റൽ സുഗാമിഷി ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് സ്ക്രബ് ടൈഫസ്. ബുഷ് ടൈഫസ് എന്നും അറിയപ്പെടുന്നു. ഈച്ചകൾ പരത്തുന്ന രോഗങ്ങളാണ് അതിസാരം, കോളറ, ഡിസെൻറ്ററി, അമീബിയാസിസ് ഉണ്ടാകുന്ന പ്രോട്ടോസോവ, എൻഡമീബ ഹിസ്റ്റോളിക്ക. ടൈഫോയിഡ്, കൺജക്റ്റിവിറ്റിസ്, ചെങ്കണ്ണ്, ട്രക്കോമ ഇല്ലാതാക്കാൻ WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ തന്ത്രമാണ് സേഫ്. സേഫാണ്. അസ്കാരിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന ജീവി അസ്കാരിസ് ഉരുണ്ടവിര. ത്രിദിന പനി, ഫ്ലൈബോട്ടോമസ് പനി, പപ്പഡാസി പനി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു വൈറൽ അണുബാധയാണ് സാൻഫ്ലൈ പനിയുടെ രോഗാണു ഫ്ലൈബോ വൈറസ് ആണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളിലൊന്ന് കുരങ്ങുപനിയാണ്. കാസനോർ ഫോറസ്റ്റ് രോഗം. കുരങ്ങുപനി പരത്തുന്നത് വൈറസാണ്. അമീബിയാസിസ് രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവ എൻഡമീബ ഹിസ്റ്റോളിക്ക. ഇവ മനുഷ്യൻ്റെ വൻകുടലിൽ കാണപ്പെടുന്നു. ലക്ഷണങ്ങൾ: മലബന്ധം, ഉദരവേദന, സന്ധിവേദന, കഫവും രക്തവും അടങ്ങിയ മലം എന്നിവ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. 1986. എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. 1986. പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദ്. 2009. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് നന്ദർബാർ, മഹാരാഷ്ട്ര. 2006. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലും ഇന്ത്യയിലെ കിഴക്കൻ തീരങ്ങളിലും. 1963-64. ചിക്കുൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്ത. 1963. നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലം സിലിഗുറി, പശ്ചിമ ബംഗാൾ. 2001. 2001 45 പേരുടെ മരണത്തിനിടയാക്കിയ അക്യൂട്ട് എൻസിഫലൈറ്റിസ് മസ്തിഷ്ക വീക്കത്തിന് കാരണം നിപ്പ വൈറസ് ആണെന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചു. സാർസ് റിപ്പോർട്ട് ചെയ്തത് ഗോവ. 2003. വെസ്റ്റ് നൈൽ പനി. വെസ്റ്റ് നൈൽ പനിയുടെ രോഗകാരി വെസ്റ്റ് നൈൽ വൈറസാണ്. WNV. വെസ്റ്റ് നൈൽ പനി പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. ലോകത്തിൽ ആദ്യമായി വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത് 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യമായി വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത് 2011 മെയ്യിലാണ്. 2011 മെയ്യിലാണ് കേരളത്തിൽ ആദ്യമായി വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത്. കറണ്ട് ഫാക്റ്റ്: 2020-2021 വർഷത്തിലെ അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ടുകൾ ചെയ്ത ജില്ല കൊല്ലം. വസൂരി വൈറസുകൾ ഉൾപ്പെടുന്ന പോക്സ് വിറിയുടെ ഗണത്തിൽപ്പെടുന്ന വൈറസുകളാണ് മങ്കി പോക്സ് വൈറസ്. തൊഴിൽജന്യ രോഗങ്ങൾ. തൊഴിലിടങ്ങളിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് തൊഴിൽജന്യ രോഗം. കൽക്കരി ശ്വസിക്കുന്നത് വഴിയുണ്ടാകുന്ന രോഗം ന്യൂമോകോണിയാസിസ് ആണ്. കൽക്കരി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ധാന്യങ്ങൾ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഫാർമേഴ്സ് ലങ് ആണ്. പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് സിലിക്കോസിസ്. ടിന്ന്, മൈക്ക, സ്വർണ്ണഖനി തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം സിലിക്കോസിസ് ആണ്. സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ശ്വാസകോശങ്ങൾ. ആസ്പെൻഡോസ്. ഫാക്ടറിയിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ആസ്പെൻഡോസിസ്. കൈത്തണ്ടയ്ക്കുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന രോഗം കാർപ്പൽ ടണൽ സിൻഡ്രോം ആണ്. കൈത്തണ്ടയിൽ ഉണ്ടാകുന്ന
അമിതമായ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന രോഗം. കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷ്യം കൈത്തണ്ടയിലെ മീഡിയൻ നാഡി ക്യാമ്പസ് ചെയ്യുമ്പോൾ കൈകളിൽ മരവിപ്പ്, ബലഹീനത എന്നിവ അനുഭവപ്പെടുന്നു. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗം കാർപ്പൽ ടണൽ സിൻഡ്രോം. ജീവിതശൈലീ രോഗങ്ങൾ. അനാരോഗ്യകരമായ ജീവിതശൈലി രീതികളും മറ്റു ഘടകങ്ങളും മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലീ രോഗങ്ങൾ. പ്രധാന ജീവിതചര്യാ രോഗങ്ങൾ പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, അതിറോസ്ക്ലിറോസിസ്. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്, വ്യായാമം ഇല്ലായ്മ, പുകവലി, മദ്യപാനം, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, ആഹാരത്തിൽ പോഷകക്കുറവ്, മയക്കുമരുന്ന് ഉപയോഗം. പൊണ്ണത്തടി ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം. പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് ജീവിതശൈലീ രോഗങ്ങൾ ഹൃദയാഘാതം, ഹൃദ്രോഗങ്ങൾ, ടൈപ്പ് 2 പ്രമേഹം, ഹോർമോണുകളുടെ അസന്തുലനം, ഫാറ്റി ലിവർ, അർബുദം എന്നിവ. കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? ഫാറ്റി ലിവറാണ്. പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങളാണ് ആൻജിന, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഉയർന്ന കൊളസ്ട്രോൾ അളവ്, ത്രോംബോസിസ്, അതിറോസ്ക്ലിറോസിസ് എന്നിവ. പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് സ്ട്രോക്കും മൈഗ്രെയിനും. പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് സ്ട്രോക്കും മൈഗ്രെയിനും. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. ഹൃദയത്തിനും രക്തക്കുഴലിനും കേടുപാടുകൾ സംഭവിക്കുന്നത് രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൃദയരോഗങ്ങൾ. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്, അമിത രക്തസമ്മർദ്ദം, ഉയർന്ന സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 40-ൽ കൂടുതലും, DBP ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 mmHg-യിൽ കൂടുതലും ആകുമ്പോൾ. ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലീ ശീലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പുകവലി, അമിതമായ മദ്യപാനം, അമിതഭാരം, വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക തുടങ്ങിയവ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിഗ്മോ മാനോമീറ്റർ. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന മരുന്നുകൾ ആംലോഡിപൈൻ, തെൽമിസാർട്ടൻ, ക്ലോത്തലിഡോൺ. ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങളാണ് ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക, ശരീരഭാരം കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദന ആൻജിന. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥ അതിറോസ്ക്ലിറോസിസ്. ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം രക്തപ്രവാഹം സാധ്യമാകാതെ വരുന്ന രോഗം കൊറോണറി ഹാർട്ട് ഡിസീസസ്. പ്രമേഹം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം നീലവൃത്തമാണ്. ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർഗ്ലൈസീമിയ. ആഹാരത്തിൽ മുൻപുള്ളതിൻ്റെ സാധാരണ അളവ് 70 mg/dl 100 mg/dl-ൽ കുറവ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് എത്രയായാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത് 126 mg 100 ml. പ്രമേഹം 2 തരമുണ്ട്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. ശ്വേതരക്താണുക്കളായ T ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ആവശ്യമായ
മതിയായ അളവിൽ ഇൻസുലിൻ നൽകുന്നതാണ് ചികിത്സ. ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിൻ ആശ്രിത പ്രമേഹമെന്നും ജുവനൽ ഡയബറ്റിസ് പ്രമേഹമെന്നും അറിയപ്പെടുന്നു. ജീവിതശൈലീ രോഗങ്ങളുമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദം ടൈപ്പ് 2 പ്രമേഹം. പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ടൈപ്പ് 2 പ്രമേഹത്തെ ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു. ടൈപ്പ് 2 പ്രമേഹ ചികിത്സക്കായി ഉപയോഗിക്കുന്ന മരുന്നുകൾ മെറ്റ്ഫോർമിൻ, ഗ്ലിമെപെറൈഡ്, ടിപിയോഗ്ലിറ്റസോൺ, ഇൻസുലിൻ ഇഞ്ചക്ഷൻസ്. പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം. പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധി. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? സർപ്പഗന്ധി. ക്യാൻസർ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കോശങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകൾ ഓങ്കോജീനുകൾ. ഓങ്കോളജി ഏതു രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ക്യാൻസർ. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്. എപ്പിത്തീലിയയിലെ ക്യാൻസറാണ് കാർസിനോമ. ക്യാൻസറിനെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം അമേരിക്കയാണ്. റേഡിയോ ഐസോട്ടോപ്പുകളെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സക്കുമായി സൈക്ലോൺ 30 എന്ന സംവിധാനം നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ. യോജകകലയെ ബാധിക്കുന്ന ക്യാൻസറാണ് സാർക്കോമ. സാർക്കോമ ബാധിക്കുന്ന ഭാഗം അസ്ഥിയാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാകുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ. അർബുദ ചികിത്സയിലുണ്ടാകുന്ന മാർഗങ്ങൾ വികിരണ ചികിത്സ, പ്രതിരോധ ചികിത്സ, ശസ്ത്രക്രിയ എന്നിവ. അർബുദ കോശ സമൂഹങ്ങൾക്ക് ചുറ്റുമുള്ള സാധാരണ കോശങ്ങൾ ക്ഷതം ഏൽക്കാതെ രീതിയിൽ അർബുദ കോശങ്ങളെ വികിരണം ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് വികിരണ ചികിത്സ. അർബുദ കോശങ്ങളെ നശിപ്പിക്കാനായി വിവിധ തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് രാസചികിത്സ. ക്യാൻസർ ചികിത്സക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 16 ആണ്. സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലീ രോഗമാണ് ആർത്രൈറ്റിസ്. മതിയായ അളവിൽ കാൽസ്യം ജീവകം ഡി ലഭിക്കാത്തത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. പുകവലി കാരണം ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ തലച്ചോറ്, പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം. ശ്വാസകോശ ക്യാൻസർ, ബ്രാങ്കൈറ്റിസ്, എംഫിസീമ. ഹൃദയം, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ. ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയിലെ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം 3 തലങ്ങളാണ്: നാഷണൽ ടൊബാക്കോ കൺട്രോൾ സെല്ല്, സ്റ്റേറ്റ് ടൊബാക്കോ കൺട്രോൾ സെല്ല്, ഡിസ്ട്രിക്റ്റ് ടൊബാക്കോ കൺട്രോൾ സെല്ല്. മറ്റ് രോഗങ്ങൾ ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെ. ഷീസോഫ്രീനിയ ഏതുതരം രോഗമാണ്? മാനസിക രോഗം. വാതം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് അസ്ഥിസന്ധികളെ. ഭ്രാന്തിപ്പശു രോഗത്തിൻ്റെ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി കാരണമായത് പ്രിയോണുകൾ. ഭ്രാന്തിപ്പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ട്. അന്ത്രാക്സിന് കാരണമായ രോഗമാണ് ബാക്ടീരിയ. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ് 4D സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് കോഷിയോക്കറും മരാസ്മസും. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം മരാസ്മസ് ആണ്. മരാസ്മസിൻ്റെ ലക്ഷണങ്ങൾ: ശോഷിച്ച ശരീരം, ഉന്തിയ വാരിയെല്ലുകൾ, വരണ്ട ചർമ്മം, കുഴിഞ്ഞു താണ കണ്ണുകൾ. കോഷിയോക്കറിൻ്റെ ലക്ഷണങ്ങൾ: ശരീര വളർച്ചയും മാനസിക വളർച്ചയും മുരടിക്കുന്നു, നീര് വന്ന് വീർത്ത് കാലുകൾ, ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ. വാക്സിനുകൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവെപ്പുകളാണ് പ്രതിരോധ കുത്തിവെപ്പുകൾ. ആധുനിക പ്രതിരോധ കുത്തിവെപ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വാക്സിനുകൾ. ശരീരത്തിലെ പ്രതിരോധ കുത്തിവെപ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നത് വാക്സിനാണ്. വാക്സിനുകൾക്ക് ഉദാഹരണം പോളിയോ തുള്ളിമരുന്നുകൾ, MMR,
HIV, റോട്ട വൈറസ് വാക്സിൻ, വേരിസെല്ല വൈറസ്, വസൂരി വാക്സിൻ തുടങ്ങിയവ. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം വസൂരി. ഇന്ത്യയിൽ ആദ്യമായി വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1975 മെയ് 17. വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം 1980. ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെൻറ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചരണം ആരംഭിച്ച വർഷം 1995. ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ ബംഗാളിൽ 2011. ലോകാരോഗ്യ സംഘടനയെ ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27. പോളിയോ വാക്സിൻ നൽകുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്? 5 വയസ്സിൽ. പോളിയോ തുള്ളിമരുന്ന് എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് നൽകണം? 7 പ്രാവശ്യം. സിഫിലിസ് പ്രതിരോധ മരുന്ന് ഹാപ്റ്റൻസ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡൈനർ. ഹോപ്കിൻസിനെ കണ്ടുപിടുത്തത്തിന് 1930 അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള കുത്തിവയ്പ്പ്, പാസ്ചർ ചികിത്സ. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കുന്നത് പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൂനൂര്, തമിഴ്നാട്. ഗവൺമെൻറ്റും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയുക്ത ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യ ഇന്ത്യൻ വാക്സിനാണ് റോട്ടോവാക്ക്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വാക്സിനാണ് ജെൻവാക്ക്. ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഡെങ്ക് വാക്സിയ. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന് ഇന്ത്യ പുറത്തിറക്കിയ ആദ്യ തദ്ദേശീയ വാക്സിനാണ് QHPV, ക്വാഡ്രിവാലന്റ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കേന്ദ്ര ബയോടെക്നോളജി വകുപ്പും ചേർന്നാണ് ഇത് പുറത്തിറക്കിയത്. ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്സ്. പ്രതിയൗഗികങ്ങൾ. അമോക്സിലിൻ. ആദ്യത്തെ പ്രതിയൗഗികം പെനിസിലിനാണ്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പെനിസിലിയം നൊട്ടേറ്റം എന്ന കുമിളയിൽ നിന്നുമാണ് പെനിസിലിൻ വേർതിരിച്ചെടുത്തത്. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവെന്നറിയപ്പെടുന്നത് പെനിസിലിനാണ്. ഇന്ത്യയിൽ പെനിസിലിൻ നിർമ്മിക്കുന്നത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പിംബ്രിയാണ്, മഹാരാഷ്ട്ര. പെനിസിലിൻ, സെഫാലോസ്പോറിൻ എന്നീ ആൻറ്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലം അലർജി. മെസാറ്റിൻ ഉപയോഗിക്കുന്നത് ടൈഫോയിഡിൻ്റെ ചികിത്സക്ക്. ക്ലോറോഫെനിക്കോൾ എന്ന ആൻറ്റിബയോട്ടിക് ദോഷകരമായി ബാധിക്കുന്നത് അസ്ഥിമജ്ജയെ. സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ പാർശ്വഫലം ബധിരത. ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ പാർശ്വഫലം പല്ല് മഞ്ഞളിക്കുകയും അസ്ഥികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. രോഗവിശേഷണങ്ങൾ: ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ, മലമ്പനി. നാവികരുടെ പ്ലേഗ്, സ്കർവി. ലോക്ക് ജോ ഡിസീസ്, ടെറ്റനസ്. ബ്രേക്ക് ബോൺ ഫീവർ, ഡെങ്കിപ്പനി. കറുത്ത മരണം, പ്ലേഗ്. വെളുത്ത പ്ലേഗ്, കോക്ക് രോഗം, ക്ഷയം. ഹാൻസൻസ് രോഗം, കുഷ്ഠം. കില്ലർ ന്യൂമോണിയ, സാർസ്. വിൽസ് ഡിസീസ്, 7-day ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ്, എലിപ്പനി. ബ്ലാക്ക് ജോണ്ടിസ്, എലിപ്പനി. ബ്ലൂ ഡെത്ത് വിഷൂചിക, റിവറൈൽ രോഗം, കോളറ. തൊണ്ടമുള്ള്, ഡിഫ്തീരിയ. വുൾസോസ് ഡിസീസ്, ആന്ത്രാക്സ്. മാർജാര നൃത്തരോഗം, മീനമാതാരോഗം. വില്ലൻ ചുമ, പെർട്ടൂസിസ്. എൻഡിക് ഫീവർ, സന്നിവാത ജ്വരം, ടൈഫോയിഡ്. സ്ലിം ഡിസീസ്, ഗ്രിഡ് രോഗം, എയ്ഡ്സ്. കാല അസർ, ലീഷ് മാനിയാസിസ്, കാല അസർ. സ്മൃതിനാശരോഗം, അൾഷിമേഴ്സ്. പിള്ളവാതം, ഇൻഫൻറ്റൈൽ പാരാലിസിസ്, പോളിയോ. കഫവാതജ്വരം, ന്യൂമോണിയ. ഷെയ്ക്കിംഗ് പാൾസി, പാർക്കിൻസൺസ് രോഗം. ഉറക്ക രോഗം, ആഫ്രിക്കൻ
ട്രിപ്പനസോമിയാസിസ്. ഉറക്ക രോഗം ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ്. റൂബിയോള മീസിൽസ് അഞ്ചാം പനി. റൂബിയോള മീസിൽസ് അഞ്ചാം പനി. റൂബെല്ല ജർമ്മൻ മീസിൽസ്. റൂബെല്ല ജർമ്മൻ മീസിൽസ്. നിശബ്ദനായ കൊലയാളി അമിത രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി അമിത രക്തസമ്മർദ്ദം. അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം ഭ്രാന്തിപ്പശു രോഗം. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം ഭ്രാന്തിപ്പശു രോഗം. നിശബ്ദ കാഴ്ച അപഹാരകൻ ഗ്ലോക്കോമ. നിശബ്ദ കാഴ്ച അപഹാരകൻ ഗ്ലോക്കോമ. ഗ്രേവ്സ് രോഗം ഗോയിറ്റർ. ഗ്രേവ്സ് രോഗം ഗോയിറ്റർ. മദ്രാസ് ഐ ചെങ്കണ്ണ്. മദ്രാസ് ഐ ചെങ്കണ്ണ്. രാജകീയ രോഗം ക്രിസ്മസ് രോഗം ഹീമോഫീലിയ. രോഗങ്ങളും രോഗകാരികളും. കോളറ വിബ്രിയോ കോളറ. ബാക്ടീരിയ ആണ് കോളറ വിബ്രിയോ കോളറ. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ് കോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസ് കോസ്ട്രിഡിയം ടെറ്റനി. ഡിഫ്തീരിയ ക്ലോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ക്ലോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. സാൽമോണല്ല ടൈഫി. വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. പ്ലേഗ് യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് യെർസീനിയ പെസ്റ്റിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ. ഗൊണോറിയ നിസേറിയ ഗൊണോറിയ. സിഫിലിസ് ട്രപ്പോണിമ പല്ലീഡം. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. തൊണ്ടകാറൽ സ്ട്രെപ്റ്റോകോക്കസ്. ഭക്ഷ്യവിഷബാധ സാൽമോണല്ല സ്റ്റെഫലോകോക്കസ്. സാൽമോണല്ല സ്റ്റെഫലോകോക്കസ്. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ഭക്ഷ്യവിഷബാധ ഡിസെൻറ്ററി ഷിഗല്ല. ഇനി വൈറസ് രോഗങ്ങളാണ്. എയ്ഡ്സ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ചിക്കൻ പോക്സ് വേരിസെല്ല സോസ്റ്റർ വൈറസ്. സ്മോൾ പോക്സ് വസൂരി വേരിയോള വൈറസ്. ജലദോഷം റൈനോ വൈറസ്. ജലദോഷം റൈനോ വൈറസ്. മീസിൽസ് റൂബിയോള വൈറസ് മോർബിലി വൈറസ്. ചിക്കുൻഗുനിയ വൈറസ്. ചിക്ക് ബി ആൽഫ വൈറസ്. പോളിയോ മെലിറ്റസ് പോളിയോ വൈറസ്. പേ വിഷബാധ റാബിസ് വൈറസ്. സ്ട്രീറ്റ് വൈറസ് ലിസ വൈറസ്. അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ്. സാർസ് കൊറോണ വൈറസ്. പന്നിപ്പനി H1N1 വൈറസ്. പക്ഷിപ്പനി H5N1 വൈറസ്. ഏവിയൻ വൈറസ് എന്നും പറയുന്നു. മുണ്ടിനീര് പാരോമിക്സോ വൈറസ്. മംസ് വൈറസ്. എബോള വൈറസ്. നിപ്പ വൈറസ്. വെസ്റ്റ് നൈൽ വൈറസ്. കുരങ്ങ് പനി KFD വൈറസ്. വസൂരി വേരിയോള വൈറസ്. പകർച്ചപ്പനി ഇൻഫ്ലുവൻസ വൈറസ്. COVID-19 സാർസ് കൊറോണ വൈറസ്. ഫംഗസ് അത്ലറ്റ് ഫൂട്ട് എപ്പിഡെർമോ ഫെയ്റ്റോൺ ഫ്ലോക്കോസം. കാൻഡിഡിയാസ് കാൻഡിഡ ആൽബിക്കൻസ്. റിംഗ് വേം മൈക്രോസ്പോറം ട്രക്കോഫൈറ്റോൺ എപ്പിഡെർമോഫൈറ്റോൺ. ആസ്പെർജില്ലസ് ഓട്ടോമെക്കോസിസ്റ്റ്. രോഗങ്ങൾ അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളും. മെനിഞ്ചൈറ്റിസ് തലച്ചോറ് നാഡീവ്യവസ്ഥ. മെനിഞ്ചൈറ്റിസ് തലച്ചോറ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. അപസ്മാരം പേവിഷബാധം അൽഷിമേഴ്സ് പാർക്കിൻസൺസ് പോളിയോ മെലിറ്റസ് കുഷ്ഠം പാരാലിസിസ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നത്. അപസ്മാരം പേവിഷബാധം അൽഷിമേഴ്സ് പാർക്കിൻസൺസ് പോളിയോ മെലിറ്റസ് കുഷ്ഠം പാരാലിറ്റിസ് നാഡീവ്യവസ്ഥ. ഹണ്ടിങ്ടൺ ഡിസീസ് കേന്ദ്ര നാഡീവ്യവസ്ഥ. ഹണ്ടിങ്ടൺ ഡിസീസ് കേന്ദ്ര നാഡീവ്യവസ്ഥ. എയ്ഡ്സ് രോഗപ്രതിരോധ സംവിധാനം. എയ്ഡ്സ് രോഗപ്രതിരോധ സംവിധാനം. മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥി. മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥി. മലേറിയ മലമ്പനി പ്ലീഹ കരൾ. മലേറിയ മലമ്പനി പ്ലീഹ കരൾ. ടോൺസിലൈറ്റിസ് ടോൺസിൽ ഗ്രന്ഥി. ടോൺസിലൈറ്റിസ് ടോൺസിൽ ഗ്രന്ഥി. ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥി. ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥി. ഡിഫ്തീരിയ തൊണ്ട. ഡിഫ്തീരിയ തൊണ്ട. ബ്രാങ്കറ്റിസ് സാർസ് COVID-19 സിലിക്കോസിസ് ക്ഷയം മെർസ് ശ്വാസകോശം. ടൈഫോയിഡ് കുടൽ. ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് കരൾ. ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് കരൾ. സോറിയാസിസ് ത്വക്ക്. എക്സിമ മെലനോമ ത്വക്ക്. പയോറിയ മോണ. ജിഞ്ചിവൈറ്റിസ് മോണ. ടെസ്റ്റുകളും രോഗവും. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയം. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയം. ടൈറ്റൻ ടെസ്റ്റ് ക്ഷയം. ടൈറ്റൻ
ടെസ്റ്റ് ക്ഷയം, TST ക്ഷയം, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി, എലിസ ടെസ്റ്റ് എയ്ഡ്സ്, PCR ടെസ്റ്റ് എയ്ഡ്സ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ്, നേവ ടെസ്റ്റ് എയ്ഡ്സ്, VDRL ടെസ്റ്റ് സിഫിലിസ്, വാസർമാൻ ടെസ്റ്റ് സിഫിലിസ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠം, ലെപ്രമിൻ ടെസ്റ്റ് കുഷ്ഠം, പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയഗള ക്യാൻസർ, ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ, മാമോഗ്രാഫി ടെസ്റ്റ് സ്ഥാനാർബുദം, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണ്, ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം, DNA ടെസ്റ്റ് പിതൃത്വ പരിശോധന, വീൽ ഫെലിക്സ് ടെസ്റ്റ് സ്ക്രബ് ടൈഫസ്, സീറോളജി ടെസ്റ്റ് ആൻറ്റിബോഡി ടെസ്റ്റ് COVID-19 ആൻറ്റിബോഡി പരിശോധന. രോഗനിർണയ പരിശോധനകൾ. മൂത്രത്തിൽ പിത്തരസം ലവണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള രീതിയാണ് ഹെയ്സ് ടെസ്റ്റ്. മൂത്രത്തിൽ പിത്തരസം പിഗ്മെൻറ്റ് കണ്ടെത്തുന്നതിനുള്ള രീതി ഫോച്ചസ്റ്റ് ടെസ്റ്റ്. മൂത്രത്തിൽ യൂറോബിലിനോജൻ കണ്ടെത്തുന്നതിനുള്ള രീതിയാണ് ഹെർലിക് ടെസ്റ്റ്. GTT പ്രീ ഡയബറ്റിക് പ്രമേഹം നിർണ്ണയിക്കുന്നതിനുള്ള രീതി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് GTT. ഗർഭാശയത്തിലുള്ള പ്രമേഹം പരിശോധിക്കുന്നതിനുള്ള രീതി ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഡയബറ്റിസ് മെലിറ്റസ് കണ്ടെത്തുന്നതിന്. വൃക്കയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ്. പഠനങ്ങൾ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി, രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം എയ്റ്റിയോളജി രോഗകാരണം. ഇനി അലർജിയും കാരണങ്ങളും ചികിത്സയും അലർജോളജി. പകർച്ചവ്യാധികൾ എപ്പിഡെമിയോളജി, പുരുഷന്മാരുടെ ആരോഗ്യം ആൻഡ്രോളജി, അനസ്തേഷ്യയും അനസ്തെറ്റിക്സും അനസ്തേഷ്യോളജി, ഹൃദയം ഹൃദയരോഗങ്ങളും കാർഡിയോളജി, കോശങ്ങളിലെ രോഗങ്ങൾ സെപ്റ്റോപാത്തോളജി, ത്വക്ക് രോഗങ്ങളും ഡെർമറ്റോളജി, രോഗവർഗീകരണം നാസോളജി, ഡയബറ്റിസ് മെലിറ്റസ് ഡയബറ്റോളജി, പ്രമേഹം. രോഗബാധിതരുടെ സൂക്ഷ്മപഠനം ഹിസ്റ്റോപാത്തോളജി, നാഡീകോശങ്ങൾ ന്യൂറോപാത്തോളജി, മരുന്നുകൾ ഫാർമക്കോളജി, സസ്യരോഗങ്ങൾ ഫൈറ്റോപാത്തോളജി, മരുന്നിൻ്റെ അളവ് പോസോളജി, മാനസിക അസ്വസ്ഥ്യം സൈക്കോപാത്തോളജി, മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ സൈക്കോഫാർമക്കോളജി, മൃഗങ്ങളിൽ മാനസിക വ്യാപാരങ്ങൾ സൂസെക്കോളജി, വിഷവസ്തുക്കളും ജീവികളിൽ അവയുടെ പ്രവർത്തനവും ടോക്സിക്കോളജി, മുറിവുകൾ ട്രോമറ്റോളജി, വാക്സിനുകൾ വാക്സിനോളജി, ജന്തുരോഗങ്ങൾ സൂപ്പാത്തോളജി. രോഗാണുക്കൾ കണ്ടെത്തിയവർ. പ്ലേഗ് രോഗാണു എർസിൻ കിറ്റസാട്ടോ. രണ്ടുപേരും സ്വതന്ത്രമായി കണ്ടെത്തിയതാണ് എർസിനും കിറ്റസാട്ടോ. പ്ലേഗ് രോഗാണു. ന്യൂമോണിയ ബാക്ടീരിയ ലൂയി പാസ്ചർ സ്ട്രെൻബർഗും ലൂയി പാസ്ചറുമാണ് ന്യൂമോണിയ ബാക്ടീരിയ. എലിപ്പനി രോഗാണു റുക്കിക്കി ഇനാഡയാണ് എലിപ്പനി രോഗാണു 1915 കണ്ടെത്തിയത്. ലെപ്രസി ബാക്ടീരിയ ഹാൻസൺ ലെപ്രസി ബാക്ടീരിയ. ഗൊണേറിയ രോഗാണു നീസർ. ഡിഫ്തീരിയ രോഗാണു ലോഫ്ലർ എഡ്വിൻ ക്ലബ്സ്. ടൈറ്റൻ ബാക്ടീരിയ നിക്കോലൈൻ. അനാൽജസിയ വേദനയില്ലാത്ത അവസ്ഥയാണ് അനാൽജസിയ. എഫാസിയ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. അലക്സിയ വായിക്കാൻ കഴിയാത്ത അവസ്ഥ. എഗ്രാഫിയ എഴുതാൻ കഴിയാത്ത അവസ്ഥ. ഡിസ്പെപ്സിയ ദഹനക്കേട്. പെപ്സി കുടിച്ചാൽ ദഹനക്കേട് ഉണ്ടാവും അല്ലേ. ഡിസ്പെപ്സിയ ദഹനക്കേട്. അനോറക്സിയ വിശപ്പില്ലായ്മ. ഇൻസോംനിയ ഉറക്കമില്ലായ്മ. കുട്ടനാടിലെ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയ ബാക്ടീരിയ പാൻഡോ അനാനറ്റീസ്. പ്രധാന ആരോഗ്യ ദിനങ്ങൾ. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2.
ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക തൈറോയിഡ് ദിനം മെയ് 25. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക രക്തദാന ദിനം ജൂൺ 14. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. അന്തർദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം ഓഗസ്റ്റ് 3. ആത്മഹത്യാ നിരോധന ദിനം സെപ്റ്റംബർ 10. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. റാബിസ് ദിനം സെപ്റ്റംബർ 28. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ലോക പ്രതിരോധ ദിനം നവംബർ 10. ലോക പ്രമേഹ ദിനം നവംബർ 14. ലോക ടോയ്ലറ്റ് ദിനം നവംബർ 19. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക വികലാംഗ ദിനം ഡിസംബർ 3. ലോക കാഴ്ചാ ദിനം എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച. ലോക വൃക്ക ദിനം മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ച. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത ലോക ക്ഷയരോഗ ദിനം. SCERT ക്വസ്റ്റ്യൻ ബോൾ. രോഗാണുക്കളെ അടിസ്ഥാനമാക്കി രോഗങ്ങളെ തരംതിരിക്കുക. എലിപ്പനി, നിപ്പ, അത്ലറ്റ്സ് ഫൂട്ട്, മലമ്പനി. ബാക്ടീരിയ രോഗമാണ്. എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. നിപ്പ വൈറസ് രോഗമാണ്. അത്ലറ്റ് ഫൂട്ട് ഫംഗസ് രോഗം. മലമ്പനി പ്രോട്ടോസോവ. തന്നിരിക്കുന്ന സവിശേഷതകളെ ഏത് സൂക്ഷ്മജീവികളുടേതാണെന്ന് തിരിച്ചറിയുക. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ കോശാംഗങ്ങൾ ഇല്ല. അത് ബാക്ടീരിയ ആണ്. ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ജനിതക വസ്തു ഉൾക്കൊള്ളുന്ന ലഘുഘടന. വൈറസ്. 3ാമത്തെ ക്വസ്റ്റ്യൻ. വൈറസുകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ലഘുഘടനയാണ് വൈറസുകൾക്കുള്ളത്. വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസ് ബാധിക്കുന്നില്ല. അതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിനുള്ളത്. ആതിഥേയ കോശങ്ങളിൽ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബയോളജിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വിറ്റാമിനുകളും മിനറലുകളും എൻസൈമുകളും ഹോർമോണുകളുമാണ്. അതോടുകൂടിയിട്ട് ബയോളജി കംപ്ലീറ്റ് ആവും കേട്ടോ. കുട്ടിയും അറിവ് നിർമ്മാണവുമാണ് സൈക്കോളജിയിൽ നമ്മൾ നോക്കുന്നത്. താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹരണത്തിനായി നടക്കുന്ന അന്വേഷണത്തിലൂടെ ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിച്ച് എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് അറിവായി രൂപപ്പെടുന്നത്. ആർജിത അറിവിനെ പ്രയോജനപ്പെടുത്തിയാണ് കുട്ടി പുതിയ അറിവുകൾ നിർമ്മിക്കുന്നത്. സ്വന്തം അറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രശ്നപരിഹരണത്തിന് സഹായകമായ ചിന്ത നടത്തുകയും അത് പങ്കുവയ്ക്കപ്പെടുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി സമൂഹത്തെയും പരിസരത്തെയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് അറിവ് നിർമ്മാണം പൂർത്തിയാകുന്നത്. പഠിതാവും ചുറ്റുപാടുകളുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെയുള്ള ജ്ഞാനം നിർമ്മിക്കപ്പെടുന്നത്. പഠിതാവിൻ്റെ മനസ്സ് ഒരു കാര്യത്തിൽ താൽപര്യരാവണമെങ്കിൽ നിലവിലുള്ള അറിവ് കൊണ്ട് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നം ഉയർന്നു വരണം. പഠനത്തിനായുള്ള ആന്തരിക ചോദനം അതോടെ ശക്തമാകുന്നു. അറിവ് നിർമ്മാണ പ്രക്രിയയുടെ ഘട്ടങ്ങൾ. സാമൂഹ്യ പ്രശ്നവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള പഠന പ്രശ്നം കുട്ടി അഭിമുഖീകരിക്കുന്നു. പ്രശ്നത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയുന്നു. പ്രശ്നം ഏറ്റെടുക്കുന്നു. ചില അനുമാനങ്ങൾ, കൽപ്പനകൾ രൂപീകരിക്കുന്നു. പ്രശ്നം വിശകലനം ചെയ്യുന്നു. പ്രശ്നം നിർദ്ധാരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. എങ്ങനെ, എപ്പോൾ, എന്തൊക്കെ ചെയ്യണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പ്രശ്നനിർദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്രകാരം ആസൂത്രണം ചെയ്തത് പങ്കുവയ്ക്കുന്നു. പ്രശ്നനിർദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. വിവരശേഖരണം, ശേഖരിച്ച വിവരങ്ങളുടെ ക്രമീകരണം, അപഗ്രഥനം, നിഗമന രൂപീകരണം. നിഗമനങ്ങൾ ന്യായീകരിക്കൽ, ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, സംവാദം. കൂടുതൽ അറിവുകൾ, ഉദാഹരണങ്ങൾ അന്വേഷിക്കൽ, പുതിയ സന്ദർഭങ്ങൾ പ്രായോഗികമാക്കൽ. നിലവിലുള്ള ജ്ഞാനവുമായി അവസ്ഥയുമായി തട്ടിച്ചു നോക്കൽ, നിലപാടുകൾ സ്വീകരിക്കൽ, പ്രതികരിക്കൽ, സ്വയം വിലയിരുത്തൽ, രൂപീകരിച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ആഴങ്ങളിലേക്ക് പുതിയ പഠന പ്രശ്നങ്ങൾ ഏറ്റെടുക്കൽ. പഠനരീതികൾ.
പഠനരീതികൾ. നിലവിലുള്ള പാഠ്യപദ്ധതിയാണ് പഠനരീതി എന്താവണമെന്ന് നിശ്ചയിക്കുന്നത്. പഠനരീതിയെ രണ്ടായി തിരിക്കാം: ശിശു കേന്ദ്രീകൃത രീതിയും അധ്യാപക കേന്ദ്രീകൃത രീതിയും. ശിശു കേന്ദ്രീകൃത രീതികൾ: അന്വേഷണാത്മക രീതി, പ്രശ്നപരിഹരണ രീതി, അപഗ്രഥന രീതി, പ്രോജക്റ്റ് രീതി, കളിരീതി എന്നിവയാണ് ശിശു കേന്ദ്രീകൃത രീതികൾ. അധ്യാപക കേന്ദ്രീകൃത രീതികൾ: ആഗമന നിഗമന രീതി, പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. അന്വേഷണാത്മക രീതി: ഹ്യൂറിസ്റ്റിക് രീതി, കണ്ടെത്തൽ രീതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പഠനരീതിയാണ് അന്വേഷണാത്മക രീതി. ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ് പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ്. ഒരു സന്ദർഭവുമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംശയ നിവാരണത്തിനായിട്ടുള്ള അന്വേഷണമാണ് അന്വേഷണാത്മക പഠനരീതി. അന്വേഷണാത്മക രീതിയുടെ മികവുകൾ: സ്വന്തം അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും അറിവ് നേടുന്നു. പ്രശ്നപരിഹാരത്തിൽ ആനന്ദമനുഭവിക്കുന്നു. സ്വന്തമായി കൽപ്പിക്കുന്ന വിധിയിൽ വിശ്വസിക്കുന്നു. തെറ്റിനെ ഭയപ്പെടുന്നില്ല. കാഴ്ചപ്പാടിൽ അയവുണ്ടാക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും അന്തിമ ഉത്തരം വേണമെന്ന് ശഠിക്കുന്നില്ല. ഹ്യൂറിസ്റ്റിക്: കുട്ടികൾ സ്വയം പ്രശ്നപരിഹാരം കണ്ടെത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഹ്യൂറിസ്റ്റിക് രീതി. ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് രീതി അവതരിപ്പിച്ചിട്ടുള്ളത്. ഉപജ്ഞാതാവ്: ഉത്തരത്തോടൊപ്പം കടന്നുപോയ പ്രക്രിയകളാണ് പ്രധാനമാണ്. അത് തുടർ പഠനത്തെ സഹായിക്കും. സ്വയം പഠനത്തെ രീതിശാസ്ത്രം തിരിച്ചറിയുന്നു. പ്രശ്നപരിഹരണ രീതി: 1984 അമൂർത്തമായ പ്രശ്നപരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ബ്രാൻഡ് ഫോർഡ് സ്റ്റെയിനാണ്. നേരിടുന്ന പഠന പ്രശ്നത്തെ പരിഹരിക്കാൻ നിലവിലുള്ള ധാരണയും നൈപുണ്യവും മതിയാവാതെ വരുമ്പോഴാണ് പുതിയ അറിവ് തേടിപ്പോകേണ്ടി വരുന്നത്. ബഹുതലങ്ങളിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്നപരിഹരണ രീതി. മേയർ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്നപരിഹരണ രീതി എന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. പ്രതിഫലനാത്മക ചിന്ത, യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിന് സഹായകരമാകുന്ന പഠനരീതിയാണ് പ്രശ്നപരിഹരണ രീതി. ക്ലാസ് മുറിയിലെ പഠന പ്രശ്നത്തെ രീതി ഉപയോഗപ്പെടുത്തുന്ന ടീച്ചർ പിന്തുടരേണ്ട വിവിധ ഘട്ടങ്ങൾ: പ്രശ്നം എന്തെന്ന് നിർണ്ണയിക്കൽ, പ്രശ്നത്തെക്കുറിച്ചും പ്രശ്നകാരണത്തെക്കുറിച്ചും വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കൽ, പ്രശ്നകാരണങ്ങളുടെ വിശകലനവും സാധ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കലും, പരിഹാരങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളും വ്യാപക ഫലങ്ങളും കണ്ടെത്തൽ, ലക്ഷ്യത്തിലെത്തുന്നതിന് ഏറ്റവും യോജിച്ച പരിഹാര മാർഗം തിരഞ്ഞെടുക്കൽ, പരിഹാര മാർഗങ്ങളുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ. അധ്യാപികയുടെ റോള്: പ്രശ്നം നിർവചിക്കുന്നതിന് അവസരമൊരുക്കൽ, ഓരോ ഘട്ടത്തിലും ആവശ്യമായ സഹായമൊരുക്കൽ, നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കൽ, ഓരോ നിർദ്ദേശത്തെയും വിലയിരുത്താൻ അവസരമൊരുക്കൽ, നിഗമനങ്ങളുടെ കൃത്യത, യുക്തി എന്നിവ ഉറപ്പാക്കുന്നതിന് സഹായിക്കൽ. ശാസ്ത്രീയമായ പഠന പരിഹരണത്തിന് ചില ഘട്ടങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശ്നം തിരിച്ചറിയൽ: എന്താണ് പ്രശ്നം എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രശ്നം നിർവചിക്കൽ: സൂക്ഷ്മതയിൽ പ്രശ്നം കൃത്യതപ്പെടുത്തുന്നു. പരികൽപ്പനയുടെ രൂപീകരണം: നിലവിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിൻ്റെ ചില പരിഹാരമാർഗങ്ങൾ ഊഹിച്ചെടുത്ത് അതിൽ യോജിച്ചവയെ പരികൽപ്പനയായി പരിഗണിക്കാം. പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ: പ്രശ്നപരിഹാരത്തിന് ഉചിതമായ ഏതെല്ലാം തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്ന് തിട്ടപ്പെടുത്തണം. കൃത്യമായ രീതിശാസ്ത്രം നിശ്ചയിച്ച് ശരിയായ പരിഹാര മാർഗങ്ങളിലൂടെ കടന്നുപോയി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ വിവരശേഖരണം: ആവശ്യമായ വിവരശേഖരണം നടത്തി ആസൂത്രണം ചെയ്ത് പഠന പ്രശ്ന തന്ത്രങ്ങൾ കൃത്യതയോടെ നടപ്പിലാക്കുക. അപഗ്രഥനവും നിഗമനവും: ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് അപഗ്രഥിച്ച് ചില നിഗമനത്തിൽ എത്തിച്ചേരുന്നു. വിലയിരുത്തൽ നിർവഹണ പ്രക്രിയയെ ഫലപ്രദമായി വിലയിരുത്തുകയാണ് ഈ ഘട്ടം. പ്രീവിയസ് ക്വസ്റ്റ്യൻ: പ്രശ്നപരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം എന്താണ്? അത് 1, 4, 2, 3 എന്നിങ്ങനെയാണ്. പഠന പ്രശ്നം ഏറ്റെടുക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, ദത്തങ്ങൾ ശേഖരിക്കൽ, നിഗമനങ്ങൾ രൂപീകരിക്കൽ. അപഗ്രഥന രീതി: പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണുന്ന പഠനരീതിയാണ് അപഗ്രഥന രീതി. അപഗ്രഥന രീതിയിലൂടെ പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങളും പ്രശ്ന കാരണവും തിരിച്ചറിയാൻ സാധിക്കുന്നു. അപഗ്രഥന രീതിയുടെ പ്രധാന നേട്ടങ്ങൾ: പഠിതാവിൻ്റെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ കഴിയുന്ന യുക്തിസഹമായ രീതിയാണ്. കണ്ടെത്തൽ പഠനത്തിനും ആശയഗ്രഹണത്തിനും ഏറ്റവും യോജിച്ച രീതിയാണ്. പഠന രീതിയുടെ ഓരോ ഘട്ടവും സ്വാഭാവികമായി വികസിച്ചു വരുന്നതും യുക്തിസഹവും നീതീകരിക്കാൻ കഴിയുന്നതുമാണ്. ഓരോ ഘട്ടത്തിലും പഠിതാവ്
നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നു. ഇത് പഠിതാവിൻ്റെ ചിന്താശേഷി വർദ്ധിപ്പിക്കും. മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനം എന്ന് പറഞ്ഞത് തോണ്ടേക്കാണ്. മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനം. അപഗ്രഥന രീതിയുടെ പരിമിതികൾ ദൈർഘ്യമേറിയ പ്രക്രിയയാണ്. മികവും വേഗവും ആർജിക്കാൻ പ്രയാസം. പ്രോജക്റ്റ് രീതി ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സാന്ദർഭികമായിട്ടുള്ള വന്ന് ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന പഠനരീതിയാണ് പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് വില്യം എച്ച് കിൽപാട്രിക് ആണ്. വ്യത്യസ്ത ഇനം പ്രോജക്റ്റുകൾ: ഉൽപാദന പ്രോജക്റ്റ്, ഉപഭോക്തൃ പ്രോജക്റ്റ്, പ്രശ്ന പ്രോജക്റ്റ്, വ്യായാമ പ്രോജക്റ്റ്. ജോൺ ഡ്യൂയിയുടെ പ്രായോഗികവാദവുമായി ബന്ധമുള്ള പഠനരീതിയാണ് പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് രീതി സവിശേഷതകൾ: പ്രശ്നാധിഷ്ഠിതം. എല്ലാ പ്രോജക്റ്റുകളും പഠിതാക്കൾ നേരിടുന്ന പ്രശ്നപരിഹരണത്തിന് വേണ്ടിയാണ്. പ്രശ്നത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് പ്രോജക്റ്റ് രീതിയുടെ ആദ്യഘട്ടം. ഉദ്ദേശാധിഷ്ഠിതം. പ്രോജക്റ്റ് രീതിയുടെ ഉദ്ദേശം സംബന്ധിച്ച് പഠിതാക്കൾക്കുള്ള കൃത്യമായ ധാരണയാണ്. എ പ്രോജക്റ്റ് ഈസ് എ problematic act carried to the completion in its natural settings. ജോൺ ആൽഫോർഡ് സ്റ്റീവൻസൺ പറഞ്ഞിട്ടുള്ളതാണ്. എ പ്രോജക്റ്റ് ഈസ് എ ബിറ്റ് ഓഫ് റിയൽ ലൈഫ് ദാറ്റ് ഹാസ് ബീൻ ഇമ്പോർട്ടഡ് ഇൻ ടു ദ സ്കൂൾ. ബെല്ലോഡ് പറഞ്ഞിട്ടുള്ളതാണ്. എ പ്രോജക്റ്റ് ഈസ് എ വോൾ ഹേർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. വില്യം ഹിയാർഡ് കിൽപാട്രിക്. പ്രവർത്തനാധിഷ്ഠിതം. ഉദ്ദേശം കൃത്യമായി കഴിഞ്ഞാൽ പഠനാന്തരീക്ഷം ഉണ്ടാകണം. പഠിതാക്കൾ സ്വയം ആസൂത്രണത്തിലൂടെ, ചർച്ചയിലൂടെയും സംഘപ്രവർത്തനങ്ങളിലൂടെയും പഠനം തുടങ്ങും. ഫലപ്രദമായിട്ടുള്ള പഠനത്തിന് യഥാർത്ഥ ജീവിത സന്ദർഭം ഉണ്ടാകണം. സ്വാതന്ത്ര്യം. പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠിതാക്കൾ സ്വതന്ത്രമായി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവസരമൊരുക്കണം. ഉപയോഗക്ഷമത. നേടിയ അറിവ് പഠിതാക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കണം. ഉദ്ഗ്രഥനം. യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഈ രീതി. ഒരു വിഷയത്തെ മാത്രം പരിഗണിച്ചല്ല പ്രോജക്റ്റ് രീതി മുന്നേറുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വിവിധ വിഷയങ്ങളുടെ ഉദ്ഗ്രഥനം നടക്കേണ്ടതുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ. ഇതൊരു സംഘപ്രവർത്തനമാണ്. ആശയങ്ങൾ കൊണ്ടും കൊടുത്തുമാണ് പ്രോജക്റ്റ് രീതി മുന്നേറുന്നത്. ചർച്ച, സംവാദം എന്നീ ജനാധിപത്യ രീതികൾ ഇതിൻ്റെ ഭാഗമാണ്. പ്രോജക്റ്റ് രീതിയുടെ മികവുകൾ. സജീവമായ പഠന പ്രക്രിയയാണ് പ്രോജക്റ്റ് രീതി. പഠിതാക്കളുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. സമഗ്ര വ്യക്തിത്വം വികസനം സാധ്യമാക്കുന്നു. യഥാർത്ഥ ജീവിതങ്ങളുമായി ബന്ധമുള്ളതാകയാൽ ഭാവി ജീവിതത്തിൽ ഈ രീതിയിലുള്ള പഠനം സഹായിക്കുന്നു. പഠിതാവ് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അത് ആത്മവിശ്വാസം വളർത്തുന്നതിനും ഉത്തരവാദിത്ത ബോധം ഉളവാക്കുന്നതിനും സഹായിക്കും. സഹകരണം, സംഘപ്രവർത്തനം, ത്യാഗം തുടങ്ങിയ സാമൂഹ്യ ഗുണങ്ങൾ ആർജിക്കുന്നതിന് സഹായിക്കുന്നു. ആന്തരിക പ്രചോദനത്തിലൂടെ പഠനത്തിൽ താൽപ്പര്യമുളവാക്കുന്നു. പ്രശ്നപരിഹരണത്തിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം തുടർ പഠനത്തെ സ്വാധീനിക്കുന്നു. കളിരീതി, ക്രീഡാരീതി. സക്രിയമായ പഠനരീതി അവലംബിച്ചുകൊണ്ടുള്ള ബോധന രീതിയാണ് കളിരീതി. കളിരീതിയുടെ പ്രചാരകൻ ഹെൻറി കാൾഡ്വെൽ കുക്കാണ്. കളിരീതിയിലൂടെ പഠനം കുട്ടികളെ സ്വതസിദ്ധമായ ആഹ്ലാദത്തിമിർപ്പ് പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു. ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുവാനും അപകടരഹിതമായ അവസ്ഥകളിൽ നിരീക്ഷണങ്ങൾ നടത്തുവാനും സഹായകമാകുന്ന പഠനരീതിയാണ് കളിരീതി. സംവേദനശേഷിയുടെ വളർച്ചയ്ക്കും പുതുതായി ലഭ്യമാകുന്ന ബുദ്ധിപരമായ കഴിവുകളെ പ്രവർത്തന നിരതമാക്കാനും വികസിപ്പിക്കുവാനും അനന്തമായ അവസരങ്ങളാണ് കളികൾ പ്രദാനം ചെയ്യുന്നത്. ഉദാഹരണം: ചലനത്തിന് പ്രാധാന്യമുള്ള കളികൾ ഏർപ്പെടുന്ന നഴ്സറി കുട്ടികൾ വേഗതയെക്കുറിച്ചും ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ദിശ, തുലനം എന്നിവയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നു. മണ്ണിൽ കളിക്കുന്ന കുട്ടി വ്യത്യസ്ത ആകൃതിയിലുള്ള വസ്തുക്കൾ മണ്ണിൽ വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്നു. റബ്ബർ പന്ത് കളിക്കുന്ന കുട്ടി കൂടുതൽ ശക്തിയിലെറിയുമ്പോൾ കൂടുതൽ ഉയരത്തിൽ പന്ത് പൊങ്ങുമെന്നറിയുന്നു. അട്ടകൾ കൊണ്ട് കളിവീടുണ്ടാക്കുമ്പോൾ അവ അടുക്കി വയ്ക്കേണ്ടതിനെ പറ്റിയും വേണ്ട വിധത്തിൽ അവ താങ്ങ് കൊടുക്കേണ്ടതിനെ പറ്റിയും കുട്ടികൾ പഠിക്കുന്നു. ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് മറ്റുള്ളവരുടെ വികാരവിചാരങ്ങളെ സ്വന്തമെന്ന അനുഭവിച്ചറിയാനുള്ള കുഞ്ഞുങ്ങളുടെ കഴിവ് പടിപടിയായി വികസിക്കുന്നതിന് കളികൾ അത്യാവശ്യമാണ്. പ്രക്രിയയിൽ തന്നെ രസം കാണുന്ന പ്രവർത്തികളാണ് കളികൾ. കളികളിൽ കൂടി കടമയും ചുമതലകളും പൊരുത്തപ്പെട്ടു പോകുന്നതും സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തതുമായ ആത്മശിക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. സഹകരണം, അനുകരണം, ഭൂതദയ, ത്യാഗം,
പ്രതിപക്ഷ ബഹുമാനം, ആത്മവിശ്വാസം, സംതൃപ്തി ഇതെല്ലാം കളിയിൽ നിന്നും ലഭിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ. നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളിക്കുന്നത്? ക്രീഡാരീതി. താഴെ പറയുന്നവയിൽ ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ലിംഗപരിഗണനയാണ്. ശിശുകേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, ലിംഗപരിഗണന. പ്രീ സ്കൂൾ പഠനരീതി എങ്ങനെയുള്ളതാണ്? കളിരീതി, ഗവേഷണ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി. കളി രീതിയിലാണ്. കളി സ്ഥലത്ത് വെച്ചാണ് കുട്ടി ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുക, നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക, ഭൂരിപക്ഷത്തിൻ്റെ ഹിതത്തെ മാനിക്കുക എന്നിവയൊക്കെ കളിയിൽ സ്വയം പാലിക്കപ്പെടുന്നു. ആഗമന നിഗമന രീതികൾ. ആഗമന രീതി പഠന പ്രക്രിയയിൽ ധാരാളമായി പ്രയോജനപ്പെടുത്തുന്ന പഠനരീതിയാണ് ആഗമന നിഗമന രീതി. ഉദാഹരണത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്ന പഠനരീതിയാണ് ആഗമന രീതി. പഠനരീതിയെ പഠിതാവിൻ്റെ നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയും ആശയരൂപീകരണം നടക്കുന്നത്. ആഗമന രീതിയിൽ പഠിതാവ് അവരുടെ ബുദ്ധി, മുന്നനുഭവം, ചിന്താശേഷി എന്നീ മാനസിക പ്രക്രിയകൾ പഠനത്തെ പ്രയോജനപ്പെടുത്തുന്നു. ആഗമന രീതിയുടെ മികവുകൾ. നിരീക്ഷിച്ച വസ്തുക്കളെക്കുറിച്ച് യുക്തിപരമായ നിഗമനം രൂപപ്പെടുത്തുന്നതിനുള്ള സ്വാഭാവികമായ രീതി. ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെയും പ്രതിഭാസങ്ങളെയും സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സഹായിക്കുന്നു. നിരീക്ഷണ വിവരങ്ങളെക്കുറിച്ച് കുട്ടികൾ വിമർശനാത്മകമായി ചിന്തിക്കുവാനും വിലയിരുത്തുവാനും ബോധ്യപ്പെടുത്തുവാനും അതുവഴി യുക്തിപരമായ നിഗമനങ്ങൾ രൂപീകരിക്കുവാനും സഹായിക്കുന്നു. അന്വേഷണാത്മക പഠനം, പ്രശ്നാന്വിത പഠനം, പ്രോജക്റ്റ് രീതിയിലുള്ള പഠനം എന്നിവയിൽ പ്രയോജനപ്പെടുത്തുന്നത് ആഗമന രീതിയിലെ പ്രക്രിയയാണ്. പഠനത്തിന് പഠിതാവിൻ്റെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. പഠിതാക്കൾ സ്വയം പൊതുതത്വങ്ങൾ രൂപീകരിക്കുന്നു. വിശകലനാത്മക ചിന്ത വളർത്താനും ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷി വികസിപ്പിക്കുവാനും കഴിയുന്നു. പഠനം രസകരമാകുന്നു. പരിമിതികൾ. ആഗമന രീതിയിലുള്ള പഠന പ്രക്രിയ സമയക്കൂടുതൽ, ഭാവന, സർഗാത്മകത എന്നിവ ആവശ്യപ്പെടുന്നു. നടപ്പിലാക്കുന്നതിന് കൂടുതൽ അധ്യാപന വൈദഗ്ധ്യം ആവശ്യമാണ്. നിഗമന രീതി ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നെ സന്ദർഭങ്ങളുടെയും ഉദാഹരണങ്ങളുടെയും ആശയ വിശദമാക്കുകയും ചെയ്യുന്ന പഠനരീതിയാണ് നിഗമന രീതി. നിഗമന രീതി ഒരു അധ്യാപക കേന്ദ്രീകൃത പഠനരീതിയാണ്. വ്യവഹാരവാദത്തിലധിഷ്ഠിതമായ പാഠ്യപദ്ധതി പിന്തുടരുന്ന ക്ലാസ് മുറിയിലെ നിഗമന രീതി പ്രയോജനപ്പെടുത്തുന്നു. ആഗമന നിഗമന രീതി. ഒറ്റനോട്ടത്തിൽ ആഗമന രീതി ശിശു കേന്ദ്രീകൃതമാണ്. നിഗമന രീതി അധ്യാപക കേന്ദ്രീകൃതമാണ്. അറിവിൻ്റെ ഒഴുക്ക് ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്കാണ്. ആഗമന രീതിയിൽ സ്വാശ്രയത്വ ശീലം വളർത്തുന്നു, പുതിയ അറിവിലേക്ക് നയിക്കുന്നു, പ്രവർത്തനങ്ങളിലൂടെ പുതിയ ആശയത്തിൽ എത്തിച്ചേരുന്നു, സമയം അധികം വേണ്ടിവരുന്നു. കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിച്ചത് അന്വേഷണാത്മക രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്നാപകരതന രീതി എന്നിവയിൽ ഉപയോഗിക്കുന്നു. വിശകലനാത്മക ചിന്ത വളർത്തുന്നു. നിഗമന രീതിയിൽ അധ്യാപക കേന്ദ്രീകൃതമാണ്. അറിവിൻ്റെ ഒഴുക്ക് പൊതുതത്വത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് ആശ്രിതത്വം വളർത്തുന്നു. അധ്യാപകൻ അറിവ് പകർന്നു കൊടുക്കുന്നു. അധ്യാപകൻ ആശയം വിശദീകരിക്കുന്നു. കുറച്ചു സമയമേ ആവശ്യമുള്ളൂ. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടത്. പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി എന്നിവയിൽ ഉപയോഗിക്കുന്നു. ആശയങ്ങൾ കേട്ടുപഠിക്കുന്നു. പ്രഭാഷണ രീതി അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ്. പ്രഭാഷണ രീതി വ്യവഹാരവാദത്തിലധിഷ്ഠിതമായ പഠന സിദ്ധാന്തം അടിസ്ഥാനമാക്കി നിലനിർത്തുന്ന പാഠ്യപദ്ധതിയാണ് പ്രഭാഷണ രീതി പ്രയോജനപ്പെടുത്തുന്നത്. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ അവതരിപ്പിച്ചത് വ്രോൺസ്കി സ്റ്റാൻലിയാണ്. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങളാണ്: കുട്ടികളിൽ താൽപ്പര്യമുണർത്തുവാൻ, വ്യക്തത വരുത്തുവാൻ, അവലോകനം ചെയ്യാൻ, വിപുലീകരിക്കാൻ. പ്രഭാഷണ രീതിയുടെ ലക്ഷ്യങ്ങൾ: ഒരു വിഷയത്തെക്കുറിച്ച് പൊതുവിവരം നൽകുന്നത്, അവതരിപ്പിക്കുന്ന പുതിയ ആശയങ്ങൾക്ക് അംഗീകാരവും വ്യക്തതയും വരുത്തുന്നത്, അടിസ്ഥാന മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിന്, പ്രത്യേക ശേഷി നേടുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന്. പ്രഭാഷണ രീതിയുടെ പ്രധാന ഗുണങ്ങൾ: ചെലവ് കുറഞ്ഞ രീതിയാണ്, കൂടുതൽ പേരെ ഒരേ സമയം ഉൾക്കൊള്ളിക്കുന്നു, മറ്റു പഠനോപകരണങ്ങൾ, ലാബ്, ലൈബ്രറി ഒന്നും തന്നെ ആവശ്യമില്ല, വേഗത്തിൽ അറിവ് വിനിമയം ചെയ്യുവാനും പാഠ്യവസ്തു വേഗത്തിൽ പഠിപ്പിച്ചു തീർക്കുവാനും സഹായിക്കും. നല്ല പ്രഭാഷണങ്ങൾ കുട്ടികളുടെ അഭിപ്രേരണ വർദ്ധിപ്പിക്കുവാനും അവരുടെ സർഗാത്മക
ചിന്തനത്തെ പ്രചോദിപ്പിക്കുവാനും സഹായിക്കുന്നു. ഡെമോൺസ്ട്രേഷൻ രീതി. ഡെമോൺസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഡെമോ നൽകുക, അല്ലെങ്കിൽ പ്രവർത്തനം, അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കുക എന്നതാണ്. ഈ രീതിയിൽ അധ്യാപന പഠന പ്രക്രിയ ചിട്ടയായ രീതിയിലാണ് നടക്കുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥികളെ വ്യവസ്ഥാപിതവും ഘട്ടം ഘട്ടവുമായുള്ള പ്രദർശന രീതി ഉപയോഗിച്ച് പഠിപ്പിക്കുന്നു. പ്രദർശന രീതി അധ്യാപനത്തിൻ്റെ പ്രായോഗിക മാർഗമാണ്. ഫ്ലിപ്പ് ചാർട്ടുകൾ, പോസ്റ്ററുകൾ, പവർ പോയിന്റുകൾ മുതലായ അനവധി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഒരു ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന അധ്യാപന രീതിയാണ് ഡെമോൺസ്ട്രേഷൻ. വിദ്യാർത്ഥികൾക്ക് സിദ്ധാന്തങ്ങളെ യഥാർത്ഥ പരിശീലനവുമായി ബന്ധിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സിദ്ധാന്തങ്ങളുടെ പ്രയോഗങ്ങൾ നടത്താൻ കഴിയാതെ വരുമ്പോൾ ഡെമോൺസ്ട്രേഷൻ രീതി ഉപയോഗിക്കുന്നു. ഡെമോൺസ്ട്രേഷൻ രീതിയുടെ മികവുകൾ വിദ്യാർത്ഥികൾക്ക് വിഷയം കൂടുതൽ ആഴത്തിൽ, എളുപ്പത്തിലും മനസ്സിലാകുന്നതിനും പഠന പ്രക്രിയ സജീവമായി നിലനിർത്താനും സഹായിക്കുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വിഷയങ്ങളിൽ താൽപ്പര്യം സൃഷ്ടിക്കുകയും അത് മൂർത്ത പഠനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രതിഫലന ചിന്തയുടെ തത്വങ്ങളെ കണക്കിലെടുക്കുന്നു. വിദ്യാർത്ഥികളുടെ പരമാവധി അറിവും കണ്ടെത്തലിൻ്റെ മനോഭാവം ഉണർത്തുവാനും സഹായകമാകുന്നു. ഡെമോൺസ്ട്രേഷൻ രീതിയുടെ 6 ഘട്ടങ്ങൾ: ആസൂത്രിതവും തയ്യാറെടുപ്പും, പാഠം അവതരിപ്പിക്കൽ, വിഷയത്തിൻ്റെ അവതരണം, പ്രദർശനം, ടീച്ചിങ് എയ്ഡ്സ്, മൂല്യനിർണ്ണയം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. താങ്ക്